the Mala has come. This is from Malarmood. This is Nishi. Hey Nishi. ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാൻ ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ എണീറ്റു. ഐ ഗോട്ട് എ പാക്ക് സം സർപ്രൈസ് ഗിഫ്റ്റ്സ് ഫോർ മൈ വർക്ക്ഷോപ്പ് പിള്ളേർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ നല്ല ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ ഇന്ന്. സോ നല്ല ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. വർക്ക്ഷോപ്പിൽ വരുന്നത് 6 പേരുണ്ട്. അപ്പോൾ അവർക്ക് പാക്ക് ചെയ്യാൻ പോവാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ, നോക്ക് നല്ല രസമില്ലേ. ഞാനിത് ലാസ്റ്റ് ഇയർ 2024 തൃശ്ശൂർ പോയപ്പോൾ വരച്ചതാണ്, ലൈക്ക് പൂരത്തിന് പോയപ്പോൾ വരച്ചതാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ട് വർക്കാണിത്. സോ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് പ്രിൻ്റ് എടുത്തു. ഇത് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക്. അതേപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഘോഷിൻ്റെ ട്യൂബ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ജിബിലിയുടെ ബുക്ക് മാർക്സ് ഉണ്ട്, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട് പാഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ജിബിലിയുടെ കലണ്ടർ ഷീറ്റ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ എന്താ പറയുക, 2 മാസത്തെ ജൂണിലെയും ജൂലൈയിലെയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു പാക്കറ്റിലാക്കിയിട്ട്, ഒരു പാക്കേജ് ആക്കിയിട്ട്, ഒരു സർപ്രൈസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. സോ ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ബെറ്റർ, ഐ വാണ്ട് ടു മേക്ക് ദം കംഫർട്ടബിൾ, ഐ വാണ്ട് ടു ഗിവ് ദം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ലൈക്ക് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഗോണ ബി ഗുഡ്. അങ്ങനെ പാക്കൊക്കെ ചെയ്തു. തിരിച്ച് ഇവിടെ പോവാം, കബണിൽ പോവാണ് കേട്ടോ. കബണിൽ ഞാൻ മെട്രോ എടുത്താണ് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഇറ്റ്സ് വെരി ക്രൗഡഡ്, നല്ല ട്രാഫിക്കാണ് എപ്പോഴും. സോ ഐ ആം ഗോണ ടേക്ക് എ മെട്രോ ടുഡേ. അത് ഹാർഡ്ലി 20 minutes എടുക്കുള്ളൂ ഇവിടുന്ന്. 4 സ്റ്റോപ്പുകളുള്ളൂ. മെട്രോയിൽ ഞാൻ കയറിയാണ്. മെട്രോയിൽ കയറിയപ്പോഴാണ് ഇറ്റ്സ് വെരി ക്രൗഡഡ്. സോ മെനി പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ദെയർ ആൻഡ് ദെയർ അങ്ങനെ മെട്രോയിൽ കയറി, മെട്രോ ഇറങ്ങി, കബളിൽ ഞാൻ എത്തി. ആൻഡ് യു ക്യാൻ സീ ഇറ്റ്സ് വെരി ക്ലൗഡി. മഴ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാട്ടെ എല്ലാവർക്കും. ആദ്യം പോയോട് ചെയ്യുന്ന സാധനം ഇതാണ്, സർപ്രൈസ് ആയിട്ട് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്. സോ ഇവരുടെ റിയാക്ഷൻ കാണാം. യു ക്യാൻ ഓപ്പൺ ആൻഡ് സീ. ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ മീ. ദിസ് ക്യാൻ ടേക്ക്. You got swag. So there are some things. Yeah. This one is cute. I'm thinking if. Yeah, it's my stamp. It's my sticker. Stamp. You are Studio Ghibli. Yeah. Not all my favorite. You got. I guess I saw this on your. Yeah. So I give you guys like 2 months ka. You can paste it and you can use it as well. Thank you. This is so nice. Yeah. You got the blue one, okay? So cute. All of this. Yeah, you have. She bought my calendar. Yeah, that's my artwork. I did plein air there. Yeah. Yeah. All right. Selling flowers, gifts, and subscriptions and everything. So we're just starting off with Basi today. So as part of our launch, I'm giving you this, and you support us. First one for Basi. Thank you. It's so lovely. So lovely. The world needs your kind of work. Didn't tell the brand name. Yeah. Hello? It's How's the name? അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞു. മലർമൂട് എന്നാണ് അവരുടെ പേര്. അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് കിടക്കാൻ പോവാണ്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ലൈക്ക് എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം വർക്ക്ഷോപ്പിൻ്റെ. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ലൈക്ക് എങ്ങനെ ബെറ്റ് ഓൺ ബെറ്റ് ചെയ്യാം, എങ്ങനെ ബ്രഷ് സ്ട്രോക്ക് ചെയ്യാം. ആദ്യം ഞാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തുടങ്ങിയത് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. ലൈക്ക് എന്ത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, എന്ത് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്,
അതേപോലെ തന്നെ എന്ത് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. So this place will be darker. This will be the light hitting from here. Change. So that's why you are seeing the darker shades here, and light is from hitting here. Alright. For shadows, you can use purple, violet, bluish shade for shadows. At the tint of that color. പിന്നെ ഇങ്ങനെ കേൾക്കാൻ ഞാൻ വളവളായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിള്ളേർക്ക് കേൾക്കുന്നുണ്ട് Ambience also. എങ്ങനെ വെട്ടോൺവെട്ട് ചെയ്യാമെന്നും അതേപോലെ തന്നെ എങ്ങനെ ഗ്രേറ്റഡ് വാഷ് ചെയ്യാമെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഷസും എങ്ങനെ ഡ്രൈ ബ്രഷ് വർക്ക് ചെയ്യാനും എങ്ങനെ എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഞാൻ എന്താ പറയുക എല്ലാം പറഞ്ഞു കൊടുത്തു, അവർക്ക് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ലൈക്ക് ഗോ പിക്ക് സംതിങ് ഫ്രം കബണ്ട്, ലൈക്ക് മേ ബി ലീവ്സ്, ഫ്ലവേഴ്സ്, എന്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണോ, വരയ്ക്കാൻ തോന്നുന്നു അത് പിക്ക് ചെയ്തിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുമ്പിൽ വെച്ചു. സോ they were so happy and then they were like searching for it and then they took like it was a break for us as well, like വരയ്ക്കുന്നുള്ളത് ബ്രേക്ക് ആക്കിയിട്ട് അങ്ങനെ എല്ലാവരോടും ചെയ്യിപ്പിച്ചു. ആൻഡ് they were very happy, they were doing so good. അങ്ങനെ നമ്മൾ പഠിച്ച സാധനങ്ങൾ മൊത്തം ഓരോ വാഷസും അതേപോലെ തന്നെ ഓരോ ടെക്നിക്സും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. എനിക്കറിയാവുന്നോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡേ 1 ഇങ്ങനെ എല്ലാവരും പെയിൻറ്റ് ചെയ്തു. അങ്ങനെ അവസാനിക്കാൻ മഴയൊന്നും പെയ്തില്ല, സെറ്റായിരുന്നു ഡേ 1. ഞാൻ ഗ്രൂപ്പ് ഫോട്ടോ വരെ കാണാം. So we are walking in the church street. So my friends around. This is Neha. Hi. That is Krishna. Emotional damage. That one is Nakshatra. Star. We call it Star. This is Nishi. Hey Nishi. So we are walking, guys. Guys coming. അതിനുശേഷം മെട്രോ എടുത്തു, വീട്ടിലോട്ട് പോവാണ്. ഞാൻ ബയ്യപ്പനഹള്ളി ഇറങ്ങി, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുക ഇന്ദിരാനഗർ ഇറങ്ങി. ഞാൻ വീട്ടിലോട്ട് പോയി ഫ്രഷായി ആൻഡ് ദേ കോൾ മീ ടു കം ഔട്ട്. അങ്ങനെ വീണ്ടും രാത്രി ഇന്ദിരാനഗർ പോയി ചായ ഡേയ്സ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് ചായ ഡേയ്സ്. അവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി. ഇവിടെ 2 കുതിരകൾ ഇവിടെ ആമസോൺ നോക്കിയിട്ട് സിലിക്കാച്ചിൽ വാങ്ങുന്നുണ്ട്. This is 120 rupees. No, Then 90 rupees. 93. 93. Yeah. Costly chai, huh? Yeah. We drink only Kava. costly chaya. Look here. Only one glass. One glass chai. പിന്നെ ചായ ഡേയ്സിൽ കാണാൻ പറ്റിയ കാര്യം പുതിയ വെൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അനിമയുടെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫൺ. ചായ ഡേയ്സ് എപ്പോഴും രാത്രി ലേറ്റ് നൈറ്റ് വരെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഹാങ് ഔട്ട് പ്ലേസ് ആണ് ചായ ഡേയ്സ് എന്ന് പറയുന്നത്. Here with the second day for the workshop. I'm here with second day. People are waiting. I'm late. Let's see how it goes. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ We കാര്യം. are hunting for the location. I had so many plans but the Walking rain around me. ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിരിക്കാണ്ടായിന്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഇന്ന് വരയ്ക്കാൻ പോണേ. ഒരു ഫാമിലി ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ട്രീസും അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. സോ നമ്മൾ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് മൊത്തം എങ്ങനെ ഒരു കോമ്പോസിഷൻ വരയ്ക്കാം, എങ്ങനെ പെയിൻറ്റ് ചെയ്യാം, അതേപോലെ എങ്ങനെ തംബ്നെയിൽ സ്കെച്ച് ചെയ്യാം, എങ്ങനെ ഷേപ്സ് ഇതൊക്കെ ചെയ്യാം, അങ്ങനെയാണ്. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് വി വർ ഒബ്സേർവിങ് ദ സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് ഒബ്സർവ് ചെയ്ത് നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തി സബ്ജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ തംബ്നെയിൽ സ്കെച്ച് ചെയ്തു, എന്നിട്ട് പെയിൻറ്റ് ചെയ്തു, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തംബ്നെയിൽ സ്കെച്ച് ചെയ്യിപ്പിച്ചു, പെയിൻറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ എക്സ്ട്രാ വരുന്ന ഡൗട്ട്സ്, എങ്ങനെ ഹ്യൂമൻ ഫിഗേഴ്സ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ എങ്ങനെ കളേഴ്സ് യൂസ് ചെയ്യാം, എങ്ങനെ പെയിൻറ്റ് ചെയ്യാം, എങ്ങനെ ട്രീസ് ബ്ലെൻഡ് ചെയ്യാം, അതൊക്കെ അവർ ചോദിക്കണ്ടായിരുന്നു. സോ അതൊക്കെ ക്ലിയർ ചെയ്യായിരുന്നു.
പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, എങ്ങനെ ഒരു ഫ്രെയിം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈക്ക് ആ ട്രീസൊക്കെ ദൂരെയായിരുന്നു. സോ ആ സബ്ജക്റ്റിൻ്റെ അടുത്തൊക്കെ ട്രീസിനൊക്കെ കൊണ്ടുവന്നു എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ നല്ല ഫണ്ണായിട്ടുള്ളൊരു ടൈമായിരുന്നു. പിന്നെ മഴ ഇങ്ങനെ ഡ്രിസിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും മഴ ഡ്രിസിൽ ചെയ്യാൻ തുടങ്ങി. സോ വി ഹാഡ് ടു സ്റ്റോപ്പ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. മ്യൂച്വലി എഗ്രീഡ്. ഓക്കെ, അങ്ങനെ ഒരു മഴത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. The Mada has come. So it's raining here. Very heavy. Not very heavy, no? How is the situation? Just bad. Okay, it's nice. It's nice. The weather is good. So the couples are like hugging and kissing and all under the trees. They were hugging and kissing. They were covering with the umbrellas, guys. So yeah. What else? Our gang is there. Chit-chatting. Hi, this is Nihil. I do acrylic painting, just started with watercolor and this was a good beginning. And I learned a lot of basics, different types of washes and everything, and trying to implement all those in my painting. And thank you, Basit, for this wonderful session. And PS, the climate was So good. little bit mood swing, so even though we learn a lot. Thank you. Thank you. This was the first ever workshop that I did, and it was really nice. I got to know about the basics and everything, and Basit was really helpful, and all of the 6 of us was really nice, and it was a great gathering. It's what do we say? Yeah. Something to do out of cafe hopping in Bangalore. Yeah. If you are hosting it again, Yeah. I would recommend everyone to come and have a nice time. And plus, it's Carbon Park. You just Exactly. take in the weather and everything. Thank you. Thanks for coming. Love your outfits. You guys want to say something? Just say something. Cheers. I am Nandita, and it was a very good workshop. I had some basic doubts and all. Those and all I got clarified. But yeah, we can't learn everything in 2 days, obviously. And if we could have done അങ്ങനെ more today. വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് 2 മണിയോടുകൂടി ആർട്ട് സോയിൽ എത്തിയിട്ടോ. ആർട്ട് സോയിൽ നിന്നൊരു പ്രത്യേക സംഭവമുണ്ട്. ഒരു ആർട്ട് എക്സ്ചേഞ്ച് ഉണ്ട്, ആർട്ട് വാൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇരുന്ന് വരയ്ക്കാം കേട്ടോ. ഞാൻ പുഷ് ചെയ്ത് കൃഷ്ണനെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ വരപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ വന്നിട്ട് ആർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഈ ആർട്ട് അവിടെ വെച്ചാൽ നമുക്ക് വേറൊരു ആർട്ട് എടുക്കാൻ പറ്റും. സോ എൻ്റെ ആർട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ വെക്കാൻ പോവുകയാണ്. എന്നിട്ട് വേറൊരു ആർട്ട് വർക്ക് എടുക്കാൻ പോവാം കേട്ടോ അവിടുന്ന്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആർട്ട് വർക്കാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാരഗണിലേക്ക് വന്നു. ദ OG സ്പോട്ട്. ഓക്കെ, നമ്മൾ കേരളക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാരഗണിലേക്ക് വന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ ലോങ് ക്യൂ, ലോങ് വെയിറ്റ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ആദ്യം മിഡ് ലൈമാണ് വന്നത്. മിഡ് ലൈം കുടിക്കണു. എന്നിട്ട് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഈഗറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി എത്തിട്ടോ. ചിക്കൻ ബിരിയാണി എത്തി. നല്ല മണമുണ്ട്. ചിക്കൻ ബിരിയാണി അങ്ങോട്ട് പ്ലേറ്റിലേക്ക് ഇടാണ്. ചിക്കൻ ഒന്നും വീഴുന്നില്ല. ചിക്കൻ ബിരിയാണിക്ക് കഴിക്കാണ്. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് വീട്ടിലോട്ട് തെറിക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, ലോങ് വെയിറ്റാണ് മൊത്തത്തിൽ. ഞങ്ങൾ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 hourൻ്റെ അടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് മുമ്പിലേക്ക് ഇറങ്ങുന്നത് തന്നെ ശോഭമാളിൻ്റെ ആ ഏരിയയിലേക്കാണ്, ചർച്ച് സ്ട്രീറ്റിൻ്റെ ഏരിയയിലേക്കാണ്. സോ ഇവിടെ പാരഗണിൻ്റെ ചെറിയൊരു ഇത് കാണാൻ പറ്റും. ടീ ഷോപ്പിൽ അവിടെ നല്ല വെള്ളപ്പൊക്കെ കിട്ടും, ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള വെള്ളപ്പൊക്കെ കിട്ടും. അങ്ങനെ ഒരു നൈസായിട്ടുള്ള ദിവസമായിരുന്നു. ആ റെട്രോ എക്സ്പ്രസ് കണ്ടോ, അവരൊന്ന് കൊളാബിന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു കൊളാബിൽ പോയിട്ടില്ല. അങ്ങനെ കൃഷ്ണ എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട്. ഫുഡ് എന്തോ പാന തോന്നുന്നു, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മണിയാകുമ്പോഴേക്കും മെട്രോയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ മയ്യപ്പനള്ളി ഇറങ്ങി. അവിടെ ബൈക്ക് വെച്ചിട്ടുണ്ടല്ലോ. സോ ബൈക്ക് എടുത്ത് വീട്ടിലോട്ട് പോകണം. സോ
2 ദിവസം വെരി പ്രൊഡക്റ്റീവ്, നല്ല പ്രൊഡക്റ്റീവായിരുന്നു. ഐ എം വെരി ഹാപ്പി. എൻ്റെ ലൈഫിലെ ആദ്യത്തെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ഗുഡ്. നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്കും ഇഷ്ടമായി. അവരെ ഹാപ്പിയാക്കാൻ പറ്റത്തില്ല, ഞാൻ ഹാപ്പിയാണ്. ഇനിയും വീണ്ടും വർക്ക്ഷോപ്പിൽ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വാട്ടർ കളറായിട്ടും ഗോഷായിട്ടും ഓയിലായിട്ടും ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ എന്താ പറയുക കണ്ടക്ട് ചെയ്യണം. അപ്പം ഇനി അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.